നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ബയോളജിക്കൽ പഠനങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ത്വക്കിനെ കുറിച്ചുള്ള പഠനം എന്താണെന്ന് അറിയാമോ? ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. പല്ലിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പല്ലിനെ കുറിച്ചുള്ള പഠനമാണ് ഓഡന്റോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. അതുപോലെ തന്നെ മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റിനോളജി അല്ലെങ്കിൽ റൈനോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. എന്താണ്? കാർഡിയോളജിയാണ്. വൃക്കകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. നെഫ്രോളജിയാണ്. അതുപോലെ തന്നെ തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജിയാണ്. ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെർപ്പറ്റോളജിയാണ്. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? പ്ലൂറോളജി എന്നും പറഞ്ഞു. പ്ലൂറോളജി കേട്ടോ. തലമുടിയെ കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജിയാണ്. അതുപോലെ തന്നെ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പതോളജി. രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരാണെന്ത്? പതോളജി. രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പതോളജി. കണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഒഫ്താൽമോളജി. ഞാൻ പറഞ്ഞു പല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓഡന്റോളജി എന്ന് പറഞ്ഞു. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് എത്ര പല്ലുകളുണ്ടായിരിക്കും? 32 പല്ലുകളുണ്ടായിരിക്കും. ഈ 32 പല്ലുകളെ വിളിക്കുന്ന പേരെന്താണ്? സ്ഥിരദന്തങ്ങളെന്നാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ വിളിക്കുന്ന പേരെന്താണ്? പാൽപ്പല്ലുകൾ എന്നാണ്. എത്ര പാൽപ്പല്ലുകൾ ഉണ്ടാവും? 20 പാൽപ്പല്ലുകൾ ഉണ്ടാകും. അതുപോലെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണത് കാൽസ്യം. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമാണ്? കാൽസ്യം അത്യന്താപേക്ഷിതമാണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റീരിയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണെന്ത്? മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. മനുഷ്യ സൗന്ദര്യത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? കലോളജിയാണ്. അതുപോലെ മനുഷ്യൻ്റെ ഉളിപ്പല്ലെന്ന് പറഞ്ഞാൽ ആഹാര സാധനങ്ങൾ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ഉളിപ്പല്ലാണ്. അതുപോലെ മനുഷ്യൻ്റെ കോമ്പല്ല് എന്തിനുപയോഗിക്കുന്നു? ആഹാര സാധനങ്ങൾ കടിച്ച് കീറാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? മനുഷ്യൻ്റെ കോമ്പല്ലുകൾ ഉപയോഗിച്ചാണ് മനുഷ്യൻ ആഹാര സാധനങ്ങൾ കടിച്ചു കീറുന്നത് കേട്ടോ.